ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എ ഹീലിംഗ് ഹബിന്റെ മാജിക്കൽ ടോക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ മാജിക്കൽ ടോക്ക് 4ാമത്തെ സെഷനാണ്. 3 സെഷനുകൾ പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും ഒരു 3 സെഷനില് പങ്കെടുത്തവരുണ്ടാവും, കണ്ടിന്യൂസിലായിട്ട്. ഇന്ന് പുതിയതായിട്ട് കയറിയവരുണ്ടാവാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുത്തവരോട് ഞാൻ ചോദിക്കാൻ, ഈ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ മെസ്സേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? എസ് ഓർ നോ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. എസ് ഓർ നോ ടൈപ്പ് ചെയ്തേ. ചെറിയൊരു പോയിന്റ് എങ്കിലും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയോ? നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തേ. താങ്ക് യു റഹീസ മാം, അഫ്സ മാം, നിജുമ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, കാണുമ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതാവണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ, നമ്മൾ കൊടുക്കുന്ന അറിവിൽ നിന്നും മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു കാര്യമെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണ്. അല്ല വെറുതെ ഇതിൽ കയറി വന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എന്റെ ടൈം അങ്ങനെ പോയി, വെറുതെ ഇതിപ്പം ഹജ്ജ് മാസാണ്, അപ്പം ഒരുപാട് ചൊല്ലാനും ഒക്കെ ഉള്ള ഒരു ഉപയോഗിക്കുന്ന ടൈമാണ്, അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടോ, ഞാൻ ഇതിൽ കേറിയിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലെ? അപ്പൊ ചാറ്റ് ബോക്സിൽ കണ്ടപ്പോ സന്തോഷം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ തന്നെ നമ്മളൊരു മനുഷ്യരെന്ന് പറഞ്ഞാല് 3 ഘട്ടത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകളെല്ലാം ഒരു 3 ഘട്ടത്തിലൂടെയാണ്. കാരണം ഹെൽപ്ലെസ്, എന്നെ സഹായിക്കാൻ ആരുമില്ല; അൺലവബിൾ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല; വർത്ത്ലെസ്, ഞാൻ ഒന്നിനും കൊള്ളില്ല. ഈ 3 പോയിന്റുകളായിരിക്കും നമ്മുടെ ജീവിതത്തില് ഒരു വ്യക്തിക്ക് ആൻസൈറ്റി, അതുപോലെ ഡിപ്രഷന്, ഈ 3 എന്തായാലും ഈ 3 ഏതെങ്കിലും ഒന്നുണ്ടാവും. എന്നെ സഹായിക്കാൻ ആരില്ല, എന്നെ സ്നേഹിക്കാൻ ആരില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പോ നമ്മൾ സ്നേഹിക്കാന് ഒത്തിരി പേരുണ്ട് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരണം. നമ്മുടെ റബ്ബുണ്ട്. നമ്മൾ ആരെയാണോ നമ്മൾ ആശ്രയിച്ചിരിക്കാതെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അവരെ എന്നെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് അവരില്ലാതെ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത ഒന്നും നമുക്ക് ഇനി മുതല് വേണ്ട. നമ്മൾ തന്നെ സ്വയം എന്തില്ല, നമ്മൾ അതിലൊക്കെ നമ്മൾ സ്വയം ഉൾക്കൊണ്ടുകാണ്ട് ഒരു അവയർനെസ് ഉണ്ടായിക്കൊണ്ട് നമ്മൾ തന്നെ മുന്നേറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺലവബിൾ, എന്നെ സ്നേഹിക്കാനാവില്ല. നമ്മൾ നമ്മളെ സ്വന്തത്തിനെ നമ്മൾ സ്നേഹിക്കുക, നമ്മൾ പരിഗണിക്കുക, നമ്മൾ റബ്ബിനെ സ്നേഹിക്കുക. അപ്പൊ നമുക്ക് വരുന്ന ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അത് ആരും തരൂല. നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ പിന്നാലെ പോയിട്ട് ഇരന്ന് സ്നേഹം വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ സ്വന്തത്തെ ഒന്ന് സ്നേഹിച്ചു നോക്കി. നമ്മുടെ പരാതി എന്താണ്? എന്നെ സ്നേഹിക്കാനാവില്ല. അതുപോലെ വർത്ത്ലെസ്, എന്നെ ഒന്നിനും കൊള്ളില്ല, അത് അവർക്ക് പറഞ്ഞതാണ്, അത് എനിക്ക് പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഓരോരോ കഴിവുകൾ. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ ഒരു വെൽക്കം സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് പറയണേ. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, എനിക്കൊരു കോള് വന്നതാണ് കേട്ടോ, സോറി. അപ്പോ 3ാമത്തത് എന്താണ്? വർത്ത്ലെസ്, എന്തെങ്കിലും കൊള്ളില്ല, മറ്റുള്ളവർക്ക് കഴിയും, എനിക്ക് കഴിയില്ല. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് നസ്ര മാം. ഓക്കെ. ഞാന് ഇപ്പൊ വിളിക്കാം നിങ്ങൾക്ക്.
അവരങ്ങോട്ട് കേൾക്കുന്നില്ല പറയുന്നത്. അതാണ് അത് റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും. മോള് വീണ്ടും വന്നതാണ്, സോറി. അപ്പോ പിന്നെ വേർത്ത്ലെസ്, എന്നെ ഒന്നിനും കൊള്ളില്ല. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ എൻഗേജ്ഡ് ആവുന്നതാണ്. നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് ഞാനിപ്പം 3 ദിവസത്തെ NLPക്ക് പോയിരുന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി. അതിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ഓരോന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മളെ മനസ്സിലെ എന്താണ് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പല എഡ്യൂക്കേഷനിൽ നിന്ന്, അതുപോലെ തന്നെ 3 E ഉണ്ടല്ലോ, നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അസീമ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഓവർ ടു യു അസീമ. ഓക്കെ, ഒരു അർജന്റ് കോളാണ്. ഓക്കെ. ഗുഡ് ഈവനിങ് all of you. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒന്ന് എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരുമായിരുന്നെങ്കിൽ ഒരു നല്ല രസമുണ്ടായിരുന്നു ഒന്ന് കാണാന്. ഓക്കെ, ഇന്ന് നമ്മുടെ മാജിക്കൽ ടോക്കിന്റെ 4ാമത്തെ ദിവസമാണ്. ഇപ്പൊ വീഡിയോയിൽ വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മള് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പല കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഇന്ന് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ആവും. ഓക്കെ, പതിയെ കണ്ണുകളടച്ച് ശാന്തമായ മനസ്സോടുകൂടി കംഫർട്ടായിട്ടിരിക്കുക. ആ ഒരു കംഫർട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിലൂടെ നാം നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നാം ഒന്ന് എത്തുക. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ആ ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ട്, ആ ചിന്തിച്ച കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് നിരീക്ഷിക്കുക. ഒരിക്കൽ കൂടി ഡീപ് ബ്രീത്ത് എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട്. Take a deep breath, hold on, breathe out. പുഞ്ചിരിയോട് കൂടി ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക. ആ ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. ആ ഒരു ശ്വാസം നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നാം അതിനെ അറിയുന്നത് എത്രത്തോളം ഫീലോട് കൂടിയാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു ശ്വാസം ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ഗോൾഡൻ എനർജി നമ്മളിലേക്ക് എത്തുന്നത് ഫീൽ ചെയ്യുകയും അത് നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്നത് ഫീൽ ചെയ്യുകയും നമ്മുടെ ശരീരം മുഴുവനും ആരോഗ്യത്തോടെ ആകുന്നത് ഫീൽ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ
കൊണ്ട് നടക്കുന്ന, കാലങ്ങളായിട്ട് കൊണ്ട് നടന്നിട്ടുള്ള പല ഇഷ്യൂസും നെഗറ്റീവ് തോട്ട്സും എല്ലാം ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ആ ശ്വാസം പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നാമും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കണക്ഷൻ, നമുക്ക് വേണ്ട ഓക്സിജനെ നാം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് വേണ്ടാത്തതായ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് ഫീൽ ചെയ്യുക. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യലതാദികൾ ആഗിരണം ചെയ്യുകയും അവരിൽ നിന്നും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നത് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്നത് സർവ സൃഷ്ടികളുമായും ഒത്തൊരുമിച്ചാണ് ജീവിക്കുന്നതെന്ന ആ പ്രപഞ്ച സത്യം നാം മനസ്സിലാക്കുക. മനുഷ്യനായ നമുക്ക് തനിയെ യാതൊരു കണക്ഷനും കൂടാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുക. പ്രപഞ്ചനാഥൻ നമുക്കായി സൃഷ്ടിച്ചു തന്നിട്ടില്ല ഈ പ്രകൃതി, മഴ, വെയില്, തണുപ്പ്, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളെയും നമുക്ക് അനുകൂലമാക്കി നൽകിയതിന് നന്ദി ഫീൽ ചെയ്യുക. നാം അറിയണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നാം അറിയണം. നാം കുട്ടിയായിരുന്നപ്പോഴുള്ള നമ്മുടെ സ്വഭാവത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നാം കുറച്ചു വലുതായി കഴിഞ്ഞപ്പോൾ ഒരു 10 വയസ്സായ ഒരു കുട്ടിയുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു, പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കുക. അവിടെ നിന്നും ഒരു 15 വയസ്സായപ്പോൾ നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും വന്ന മാറ്റത്തെ നാം മനസ്സിലാക്കുക, ഫീൽ ചെയ്യുക. അവിടെ നിന്നും ഒരു 20 വയസ്സായ ഒരു കുട്ടിയിൽ വന്ന മാറ്റങ്ങള്, ജീവിത പരിവർത്തനങ്ങൾ, ഇതിനെല്ലാം ഒന്ന് ഫീൽ ചെയ്യുക. ഈ നിമിഷത്തിൽ നാം ഏതൊരു ഏജിലാണോ ആ ഏജിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എന്താണെന്നുള്ളതും കൂടി ഒന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലൂടെ ഒരു മനുഷ്യ ജന്മം എന്താണെന്നും ആ മനുഷ്യ ജന്മത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്നും ഒന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ തിരിച്ചറിയുക. സൃഷ്ടിച്ചവനിലേക്ക് നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവൃത്തിയെയും നാം എത്തിക്കുക. നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് പ്രവർത്തനങ്ങൾ നാം അറിയാതെ നടക്കുന്നുണ്ട്. അതെല്ലാം ആ സൃഷ്ടിച്ചവന്റെ അനുഗ്രഹത്താൽ മുൻപോട്ട് പോകുന്നതും ആ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി പോകുന്നതും ഫീൽ ചെയ്യുക. നാം ശ്വസിക്കുന്നത്, നാം ചിന്തിക്കുന്നത്, നമ്മുടെ ശരീരത്തിനുള്ളിലെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, മറ്റു പല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ, ഹൃദയത്തിന്റെ പ്രവർത്തനം, നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ പ്രവർത്തനം, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കും തോറും നാം കൂടുതൽ കൂടുതൽ നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് അടുക്കുന്നത് ഫീൽ ചെയ്യുക. നാം അതറിയാതെ തന്നെ നാം സൃഷ്ടിച്ചവനിലേക്ക്, റബ്ബിലേക്ക്, ദൈവത്തിലേക്ക് അടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം സ്വന്തത്തെ തിരിച്ചറിയുക, സ്വന്തത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, സ്വന്തത്തിന്റെ വീക്ക് പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, സ്വന്തത്തിന്റെ പരാതികൾ, പരിഭവങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയോടെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പാത തുറന്നു കിട്ടുന്നത് നാം അനുഭവിച്ചറിയുക. നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, സ്നേഹം, കരുതൽ, സമ്പത്ത്,
അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതുണ്ടോ അതൊക്കെയും നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചനാഥൻ നമ്മെ സൃഷ്ടിച്ച സമയത്ത് തന്നെ നമ്മളിൽ നൽകിയിട്ടുള്ളത് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലൂടെ നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് തവക്കൽ ചെയ്യുക. അവനറിയാതെ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെ നമ്മെ സ്വയം അവനിലേക്ക് സമർപ്പിക്കുക. നാം എന്ത് പ്രാർത്ഥനകളാണോ ചെയ്യുന്നത് ആ പ്രാർത്ഥനയിൽ ഹൃദയം കൊണ്ട് മുഴുകി ചെയ്യാനും അതിലൂടെ നമ്മെ സൃഷ്ടിച്ചവനെയും നമ്മെയും തിരിച്ചറിയാനുമുള്ള അനുഭവ സമ്പത്ത്, ആ ഒരു ആനന്ദം നേടിയെടുക്കുക, ഫീൽ ചെയ്യുക. എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, എൻ്റെ ചിന്തകൾ അത് എത്രത്തോളം മനോഹരമാകുന്നുണ്ടോ അത്രത്തോളം എൻ്റെ ജീവിതം മനോഹരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം എന്നിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഹൃദയത്തിൻ്റെ അടുത്തിട്ടിൽ നിന്നും ഞാൻ മാപ്പ് ചോദിക്കുകയും ഞാൻ എന്നോട് ക്ഷമിക്കുകയും ഞാൻ എന്നെ സ്നേഹിക്കുകയും ഞാൻ എന്നെ സൃഷ്ടിച്ചവനോട് നന്ദി പറയുകയും ചെയ്യും. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I love you. I thank you. ഒരു നിമിഷം ആ സ്വന്തത്തിലേക്ക് എത്തിയ ഒരു എനർജിയെ ഫീൽ ചെയ്യുക. പ്രപഞ്ചനാഥനിൽ നിന്നുള്ള, റബ്ബിൽ നിന്നുള്ള ലവ് ആൻഡ് ലൈറ്റിനാൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നതും നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കപ്പെടുന്നതും ഫീൽ ചെയ്യുക. അൽഹംദുലില്ലാഹ്. Thank you so much. Thank you. Thank you. Thank you. പതിയെ കൈകൾ റബ്ബ് ചെയ്ത് മുഖത്തോട് ചേർത്ത് വെച്ച് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണുകൾ തുറക്കുക. മെഡിറ്റേഷനിൽ നിന്നും തിരികെ എത്താൻ സാധിച്ചവരെല്ലാം വീഡിയോയിൽ വരിക. നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വേണം, ദ ആർട്ട് ഓഫ് ലൈഫ് എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലാസ് നല്ല വിപുലമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്താണെന്ന് അറിയാനും ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഫീൽ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആർട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് അറിയണം. നമ്മളിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന് നാം അറിയണം. അത് ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആത്മപരിശോധന നാം നടത്തേണ്ടതുണ്ടോ? ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. യെസ്. ആത്മപരിശോധന നടത്തുന്നത് എന്തിനായിരിക്കാം? ആത്മപരിശോധന നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും? ആത്മപരിശോധന നമ്മുടെ നന്മക്ക് വേണ്ടിയല്ലേ മാം ആത്മപരിശോധന നടത്തുന്നത്? ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതിയിട്ട് നോക്കിയേ. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ? അത് നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നേട്ടമുള്ളത്? അതെങ്ങനെയൊക്കെ നടത്താൻ സാധിക്കും?
ആത്മപരിശോധന എന്നാൽ നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും പരിശോധിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏതൊരു പ്രവൃത്തിയിലും പുതുതായി തുടങ്ങാൻ പോകുന്നതായിക്കോട്ടെ, ഇപ്പൊ ചെയ്യുന്നതായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിലും നമ്മൾ പുരോഗതി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആത്മപരിശോധന നടത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമാണ് മുൻപോട്ടുള്ള യാത്ര സുഗമമാകുകയുള്ളൂ. അപ്പൊ നമ്മുടെ ചിന്തകളെ പരിശോധിക്കുക, അത് എത്രത്തോളം നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് എന്താണ് മാറ്റം വരുന്നത്? നമ്മൾ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സങ്കടം എന്നും കൂട്ടുകാരിയെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവുന്നില്ലേ? അതേപോലെ സന്തോഷമുള്ള കാര്യമാണെങ്കിലോ അതും നമ്മുടെ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടിലും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. സങ്കടം നമ്മുടെ ജീവിതത്തിൽ എന്നും കൂട്ടായിട്ട് വരുമ്പോൾ നമുക്ക് സങ്കടം തന്നെയാണ് വരിക. സന്തോഷമാണെങ്കിൽ എല്ലാം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇമോഷൻസിനെ നമ്മളൊന്ന് നോക്കുക. ആ ഇമോഷൻ തന്നെയാണ് സങ്കടവും സന്തോഷവും ഒക്കെ. പക്ഷെ അല്ലാതെ നമുക്ക് കുറെ ഇമോഷൻസുകളുണ്ട്. ദേഷ്യം, വെറുപ്പ്, എന്താ പിണങ്ങിയിരിക്കുക, പിന്നെന്താ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുക. അങ്ങനെ പല വിചാരങ്ങളുണ്ട്, അല്ലെങ്കിൽ വികാരങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിനെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മപരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്നൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെ നാം ഒന്ന് പരിശോധിക്കുക. നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, നമ്മുടെ മക്കളോടുള്ളത് എങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകാരോടുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കമായിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരോടായിക്കോട്ടെ അവരോടുള്ള നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അതില് എന്താണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ നമുക്ക് എന്താണോ മാറ്റം വരുത്തേണ്ടത് ആ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും വന്നിട്ടുള്ള തെറ്റുകളെ നമുക്ക് തിരിച്ചറിയാനും അതിന് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും സാധിക്കുക എന്നുള്ളതാണ്. ആ ആത്മപരിശോധനയിലൂടെ നമുക്ക് നമ്മളെ പ്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പൊ വീട്ടിലൊരാൾ വരുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പോഴത്തെ നമ്മുടെ ഇമോഷൻ അനുസരിച്ചാണോ? ഇപ്പൊ നമ്മൾ അന്നേരം ആ സമയത്ത് വഴക്കുണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ കയറി വരുന്ന ആളോട് ആ രീതിയിലാണോ നമ്മൾ പെരുമാറുന്നത്? അപ്പൊ അവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ ഒരു ആത്മപരിശോധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇത് ഇത്രയും ഊന്നി പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം എത്രയൊക്കെ വിദ്യാഭ്യാസം നേടിവരും, പല കാര്യങ്ങൾ പഠിച്ചുവരും. കാരണം ഒരുപാട് പേര് EFT പഠിച്ചവരുണ്ട്, NLP പഠിച്ചവരുണ്ട്, ഹിപ്നോട്ടിസം പഠിച്ചവരുണ്ട്, മൈൻഡ് പവർ പഠിച്ചു. ഇതെല്ലാം നേടിയാലും നമ്മൾ ആത്മപരിശോധന ചെയ്യുകയും അതിലൂടെ നമ്മൾ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ മാത്രമേ നാം പഠിച്ച ഓരോ കാര്യങ്ങൾക്കും നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ആത്മപരിശോധനയെ കുറിച്ച് ഇത്രയും കാര്യമായിട്ട് തന്നെ പറയുന്നതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയുക, നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, അതേപോലെ നമ്മൾ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട്. അത് നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും, മതപരമായിട്ടുള്ളതല്ല കേട്ടോ, വിശ്വസിക്കുകയും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരുപാട് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തുക. ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പില്, മക്കളോട്, ഇങ്ങനെയെല്ലാം പല തലമുറകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പാടുള്ളൂ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആത്മപരിശോധന നടത്തുക.
അതേപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തി വളർച്ചയ്ക്ക്. അതുകൊണ്ടാണ് മെഡിറ്റേഷനിൽ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു, ആ സമയത്ത് എങ്ങനെയായിരുന്നു, അത് ഓരോ ഏജിൽ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വ്യക്തി വളർച്ചയിൽ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, തോട്ട് പ്രോസസ്സിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതിലൂടെ നമ്മളിൽ ഉണ്ടായിരുന്ന നല്ല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നല്ല മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവിലൂടെ നമുക്ക് നമ്മളെ തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ആത്മപരിശോധന നടത്തുന്നത് കൊണ്ട് നമ്മളിൽ എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടാവും, ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. ആത്മപരിശോധന ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം? സുഖുണ്ടേ? എന്തൊക്കെയാണ്? നമുക്ക് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിന് ഒരു വ്യക്തത വരുന്നുണ്ടല്ലേ? ഓക്കെ. അതേപോലെ നമുക്ക് നല്ല ശ്രദ്ധ കിട്ടുന്നുണ്ട്. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് എന്താണ്, പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ തിരിഞ്ഞു പോകും, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഈ ആത്മപരിശോധന നടത്തുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ശ്രദ്ധയോടുകൂടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാം ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട വന്നാൽ അതിൽ ഉറച്ച തീരുമാനം എടുക്കാനും മികച്ച തീരുമാനം എടുക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്ത വരുന്നില്ല. നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉള്ളപ്പോൾ നമ്മൾ തന്നെ അതിലേക്ക് ശ്രദ്ധിക്കുകയാണ്, ഇത് നല്ലതാണോ വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റിയോട് കൂടി വേണമെന്നാണെങ്കിൽ വേണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കാംനെസ്സിലേക്ക് എത്തുന്നുണ്ട്, പവർഫുൾ ആകുന്നുണ്ട്, ആ തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളിൽ ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറയുന്നുണ്ടാവും, അതിപ്പോ വേണ്ട കേട്ടോ, അല്ലെ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ എന്ന് നമ്മളെ ഉപദേശിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഓരോ വ്യക്തിയിലും ഒരു ട്രൂ സെൽഫും ഷാഡോ സെൽഫും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആത്മപരിശോധന നടത്തുന്നതിലൂടെ നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ അഭിപ്രായങ്ങളും നമുക്ക് വിലപ്പെട്ടതായിട്ട് മാറുന്നുണ്ട്. അല്ലാത്ത സമയത്താവുമ്പോൾ നമ്മൾ കൺഫ്യൂഷനിലാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഉപദേശങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ നമ്മൾ അത് എടുക്കുകയും നമ്മൾ അതിൽ പാളിച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളിൽ ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ഈ ആത്മപരിശോധന നടത്തുന്നതിൽ കുറെ തടസ്സങ്ങൾ നേരിടാറുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നമ്മളിത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളപ്പോഴും അതിനെ തടസ്സപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും അത്? ഇത് ജീവിതത്തിന്റെ പ്രത്യേകതയല്ലേ മാഡം? ജീവിതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളല്ലേ പരിശോധന നടത്താൻ നമ്മളെ തടസ്സപ്പെടുത്തും. ഓക്കെ, അതൊരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ എല്ലാത്തിനെയും കൊണ്ട് തടസ്സപ്പെടുത്തും. ചിലപ്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആണെങ്കിൽ അതൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു ചിന്ത മൈൻഡിൽ നിന്ന് വരും. പിന്നെ നെഗറ്റീവ് തോട്ട്സിലേക്ക് വരും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയമാണല്ലേ, അത് നേരിടേണ്ടി വരുമോ, അതിനിങ്ങനെ ഇതാക്കി കഴിയുമ്പോഴത്തേക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അതായത് സത്യങ്ങളെ നേരിടാനുള്ള ഭയം ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും, നമ്മൾ ഇതിനെക്കുറിച്ച് ആത്മപരിശോധന നടത്താൻ പോകുമ്പോഴത്തേക്ക് അതിങ്ങനെ ചിന്തിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഇതാക്കി എല്ലാം റെഡിയാക്കി എടുക്കേണ്ട, അതിനൊന്നും സമയമില്ല എന്നുള്ളൊരു പറച്ചിലുണ്ടാവും.
എനിക്ക് എന്നെ നോക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ എന്ത് ചെയ്യാനാ സമയം ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് നാം എപ്പോഴും ആ ഒരു ആത്മപരിശോധനയിലേക്ക് തിരിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യണത് കൊണ്ടുള്ള പ്രാധാന്യം നമ്മൾ ആരും വലിയ വിലയ്ക്കൊന്നും എടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും മുൻപോട്ട് പോയാൽ മതി. ഈ താളത്തിനൊത്ത്, അതായത് നമ്മൾ ഏത് ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് ആ ചുറ്റുപാട് മൊത്തം നമ്മൾ ഇഴുകി ചേർന്ന് പോവുകയാണ്. നെഗറ്റിവിറ്റി ഉള്ള ചുറ്റുപാടിലാണെങ്കിൽ അതോടൊപ്പം നമ്മളും അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൺവേർട്ട് ആയിട്ട് വരാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പലരും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ളവരെല്ലാവരും ഇതല്ലേ പറയുന്നതെന്നുള്ളത്. അപ്പൊ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ് പോണത്? മറ്റുള്ളവരെല്ലാം എങ്ങനെയാ പറയുന്നത്, ഞാൻ മാത്രം ഇത് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളത്. പക്ഷെ അവനവന്റെ മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിലും അവനവന്റെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കണമെങ്കിലും നാം നമ്മളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടും നല്ല എന്താ പറയാ സമ്പത്തുള്ള സന്തോഷമുള്ള ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നോക്കിയ നമ്മൾ ആത്മപരിശോധന നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രൊഫഷനിലാണെങ്കിൽ പോലും എന്തായിരിക്കും സംഭവിക്കുക? ആ പ്രൊഫഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിൽ മുൻകൂട്ടി ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അതിൽ ഞാൻ ചെയ്യേണ്ട ഭാഗങ്ങൾ എന്താണെന്നും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നാം ചെയ്യുന്നത് ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകും. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല, തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, അത്യാവശ്യം വരുമാനങ്ങളൊക്കെ വരുന്നുണ്ട്, ജീവിതം ഒരു ഒഴുക്കിന് പോകുന്നുണ്ട്, എങ്ങനെ പോയാൽ മതി, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അവിടെ ഒരു ഭയമാണ് നമ്മളെ പിടികൂടുന്നത്. ആ ഭയത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അനന്തമായ ആ ഒരു സാമ്രാജ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ള നല്ല കുടുംബം, നല്ല സമ്പത്തോടുകൂടി ജീവിക്കാനും നല്ല ഈമാനോടുകൂടി ജീവിക്കാനും നല്ല അനുഗ്രഹത്തോടുകൂടി ജീവിക്കാനുള്ള നമ്മുടെ ആ ജീവിതത്തെ നമ്മൾ തന്നെ എന്തുണ്ട്, നമ്മുടെ ആ ഒരു ഭയം കൊണ്ട് അവിടെ തടയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം, എല്ലായിടത്തും പോയി മുട്ടി നോക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറുക എന്ന് എനിക്കറിയില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ കാരണം തന്നെ നമ്മുടെ ഉള്ളിലാണുള്ളത്. നാം എപ്പോഴും നമ്മളെ എത്രത്തോളം ശ്രദ്ധാലുവായിട്ട് നോക്കുന്നുണ്ടോ അത്രത്തോളം നാം നമ്മെ സൃഷ്ടിച്ചവനിലേക്കും നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിയുന്നുണ്ട്, അത്രത്തോളം പ്യൂരിറ്റിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ ആത്മപരിശോധന ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ ചെയ്യായിരിക്കും? കുറെ നമ്മൾ ചെയ്യുന്നവർ തന്നെയാണ്, പുതുതായിട്ട് കൂടുതൽ ആൾക്കാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിൽ കൂടുതൽ പേരും ഈ ആത്മപരിശോധന ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് എത്രത്തോളം ബലവത്തായിട്ട് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്ന് ചാറ്റ് ബോക്സിലൂടെ പറഞ്ഞേ. നമ്മളെ മനസ്സിലാക്കണ്ടേ മാം? നാം നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണ്ടേ? യെസ്, അതാണ് ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് ഇത് എങ്ങനെയൊക്കെ നമ്മൾക്ക് ഈ ഒരു ആത്മപരിശോധന ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ളത്, നമ്മൾ ഓൾറെഡി എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നവരാണല്ലേ? യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം. ഈ ജേണൽ എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണ്ടത് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് പോലെ പവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുൻപോട്ട് നയിക്കാൻ വേണ്ടുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം ചെയ്താൽ ഇത് അങ്ങനെ വന്നാൽ എന്തായിരിക്കും ചെയ്യുക, അങ്ങനെ നമ്മളോട് തന്നെ വൈ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിൽ ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടും എന്നുള്ളത്. ഇല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു ഇവിടുന്ന് അവിടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി, ഒക്കെ സെറ്റാണ്, നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ അതേപോലെ പോയി അവിടെ അതൊക്കെ ചെയ്തു, അവിടെ തന്നെ ഒതുങ്ങി, അത് മതി.
അതിലപ്പുറം നമ്മുടെ കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിലപ്പുറം നമുക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം റിസ്ക് എടുക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൂടുതൽ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ വേറെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ തല പുകഞ്ഞ് നമ്മൾ രോഗത്തെയും സാമ്പത്തികമായിട്ടുള്ള എന്താ പറയാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും എല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മുൻപോട്ട് പോകാനുള്ള പാത മാത്രം ഒരുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജേർണലിംഗിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എന്നെ സന്തോഷിപ്പിച്ചത് എന്താണ്? എവറിഡേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് എന്നെ സന്തോഷിപ്പിച്ചത് എന്താണ്? ഇന്ന് ഞാൻ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യാ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഇമോഷണലി ഇങ്ങനെ അങ്ങ് സാക്രിഫൈസ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യാ, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അത് പോട്ടെ, അതെനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് പറയും. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പോയി, അതിൽ എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്, അത് നമ്മളോട് തന്നെ ചോദിച്ചാൽ മാത്രമാണ് നമ്മുടെ ട്രൂ സെൽഫിന് നമ്മളോട് മറുപടി പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെയാണ് നമുക്ക് ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മളിൽ വിഷ്വൽ എല്ലാവരും ചെയ്യുന്നവരാണ്. വിഷ്വലൈസേഷൻ ചെയ്യാത്തവരാരില്ല. ഏതൊരു കാര്യത്തിനും വിഷ്വൽ ചെയ്യുന്നവരാണ്. ഈവൻ ട്രാഫിക് ബ്ലോക്ക് മാറാൻ വരെ വിഷ്വൽ ചെയ്ത് ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുള്ളത് ഒരുപാട് പേരുണ്ട്. ഇതേപോലെ ഒരു ദിവസത്തെ കാര്യം നിങ്ങളിലൊന്ന് വിഷ്വൽ ചെയ്ത് നോക്കൂ. അതായത് ഇന്ന് മോർണിംഗ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ വിഷ്വൽ കറക്റ്റായിട്ട് മനസ്സിൽ കണ്ടുപോവുക. ജസ്റ്റ് ഒരു ദിവസം പരീക്ഷണം പോലെ ചെയ്യുക. ചെയ്തിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇന്നലെ ഞാൻ ആ കണ്ട വിഷ്വലിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്, ആ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് എല്ലാ സപ്പോർട്ടും തരും. അത് പക്ഷെ നമ്മൾ ചെയ്തതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് സപ്പോർട്ട് തരുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ നോർമലി അതങ്ങ് കടന്നു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ നൈറ്റ് ആകുമ്പോൾ കിടക്കുന്നതിന് മുമ്പേ ഒന്ന് വാലുവേറ്റ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് എത്ര കംഫർട്ടായിട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് തിരിച്ചറിയുകയും അതിന് നിങ്ങൾക്ക് തന്നെ ഒരു താങ്ക്സ് കൊടുക്കുക. ദാറ്റ്സ് എ പ്ലസ് പോയിന്റ്. അതായത് നമ്മൾ സ്വയം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ നമ്മുടെ ട്രൂ സെൽഫ് നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടുന്ന ഫ്യൂച്ചർ പ്ലാൻസുകൾ അത് നിങ്ങൾ പിക്ചറായിട്ട് തന്നെ മനസ്സിൽ കണ്ട് നിങ്ങൾ എഴുതിയിടുക എന്നുള്ളതാണ്. ആ എഴുതിയിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആത്മപരിശോധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ടാവും ആ ഒരു ട്രൂ സെൽഫ്. ഓക്കെ, ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിത് ഇന്ന് പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വൺ ബൈ ആയിട്ട് പറഞ്ഞു പോകുന്നത്. വെറുതെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിന്റെ പോയിന്റുകൾ എത്തിപ്പെടാൻ സാധിക്കണം. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള മെയിൻ പോയിന്റ്സുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത്. അടുത്തതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു വൈ ഫാക്ടർ അന്വേഷിക്കുക തന്നെ ചെയ്യണം. അതായത് കാരണങ്ങൾ കണ്ടെത്താൻ എന്തുകൊണ്ട് എന്ന് പലതവണ ചോദിക്കുക സെൽഫിനോട്. ഓക്കെ, കാരണങ്ങൾ കണ്ടെത്താൻ എന്തുകൊണ്ട് എന്ന് പലതവണ ചോദിക്കുക എന്നുള്ളതാണ്. അടുത്തതുള്ളത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ ആത്മപരിശോധന നടത്താനുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു. അതിൽ അടുത്തത് വരുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒന്നും കൂടി പറയാണ്, മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് വെച്ച് കേട്ടിട്ട് കാമായിട്ടിരിക്കാം, ഇല്ല സൈലന്റ് ആയിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തൊന്നിരിക്കുക. അവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എത്തുന്നതും പുറത്തേക്ക് പോകുന്നതും, നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു വെളിച്ചം പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്.
അത് ഒരു ദിവസം സൈലന്റ് ആയിട്ടിരുന്നോ അല്ലെ കാമായിട്ടിരുന്നത് കൊണ്ടോ കിട്ടില്ല. സ്ഥിരമായിട്ട് ഒരേ സമയത്ത് 10 മിനിറ്റ് മതി, അല്ലെ 5 മിനിറ്റ് മതി, നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ബ്രീത്തിങ് എക്സസൈസ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പതിയെ പുറത്തേക്ക് വിടുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഫീൽ ചെയ്യുന്നതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ഉള്ളിലേക്ക് വേണ്ടത് അതിനൊക്കെ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ടാത്തതിനൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യുക. ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അതിനെ ഫീൽ ചെയ്യാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് ഇരിക്കുകയാണ്, ബ്രീത്തിങ് പറഞ്ഞു, ബ്രീത്ത് ചെയ്തു, കാമായി, ബ്രീത്ത് ഔട്ട് ചെയ്തു, അങ്ങനെ ഒരാൾ പറയുന്ന സജഷനിലൂടെ കടന്നു പോവാതെ സ്വയം ആ ശ്വാസത്തെ തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജേണലിംഗ് എഴുതുന്നതിനും കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മപരിശോധന കുറച്ചും കൂടെ എളുപ്പത്തിലാക്കാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചു മുമ്പ് ഞാൻ എന്താണ് പറഞ്ഞത്, എന്നെ എന്താണ് സന്തോഷിപ്പിച്ചത് എന്നുള്ളത് എഴുതുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി അറിയേണ്ടത്, ഇന്ന് ഞാൻ ഏറ്റവും നന്ദിയുള്ളത് എന്തിനാണ്, ഇന്നത്തെ ദിവസം ഏറ്റവും നന്ദിയുള്ളത് എന്തിനാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഞാൻ മെച്ചപ്പെടുത്തേണ്ട കാര്യം എന്താണ്, ഇന്നത്തെ ദിവസത്തില് ഞാൻ മെച്ചപ്പെടുത്തേണ്ട കാര്യം എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഇമോഷനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഓരോ ദിവസവും എത്ര മനോഹരമായിട്ടാണ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ആത്മപരിശോധനയിലൂടെ നമ്മളിലുള്ള ഭയത്തെ നമുക്ക് നീക്കാൻ കഴിയും. ഇപ്പൊ ഈവൻ നമുക്ക് എന്തിൻ്റെയും ഒരു ഭയം നമ്മളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് അതിലൂടെ ആത്മപരിശോധന നടത്തുന്നതിലൂടെ ആ ഭയത്തിന്റെ കാരണത്തെ കണ്ടെത്താൻ സാധിക്കും. ആ കാരണത്തെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനും നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ ബന്ധങ്ങളിലും നമ്മൾ ഈ ഒരു കാര്യത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടായിരിക്കാം ആ ബന്ധത്തിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് അല്ലെ പ്രയാസങ്ങൾ നേരിടുന്നത് എന്ന് നമ്മൾ കാരണങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുകയും ഞാൻ എന്തിനാണ് അവരോട് നന്ദി കാണിക്കേണ്ടതെന്നുള്ളതിന്റെ കാരണങ്ങൾ നാം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മോർണിംഗിൽ നമ്മൾ ജേർണലിംഗ് എഴുതുകയും അല്ലെങ്കിൽ അതേപോലെ വിഷ്വൽ ചെയ്യുകയും നൈറ്റ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് വ്യക്തി വളർച്ചയ്ക്ക് ഈ ഒരു ആത്മപരിശോധന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, നിർബന്ധമാണെന്നുള്ളത് തന്നെയാണ്. ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇരിക്കുക, കണ്ണുകൾ അടച്ച് സൈലന്റ് ആയിട്ടിരിക്കുക. ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലൂടെ കൊണ്ടുവരിക. ഇന്നത്തെ ദിവസം മോർണിംഗ് ടു ഈ ഒരു ടൈം വരെ എങ്ങനെയായിരുന്നു, അതിലെന്തൊക്കെ സന്തോഷകരമായ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ സങ്കടകരമായ കാര്യങ്ങളുണ്ട്, ഇന്ന് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, ഇനി ഞാൻ എന്തിനൊക്കെ നന്ദി പറയേണ്ടതുണ്ട്, ഒന്ന് തിരിച്ചറിയുക. ഇന്നത്തെ ദിവസത്തില് ഞാൻ എന്നിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട്,
സ്വന്തത്തിനോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ പെരുമാറി, അല്ലെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, ഇതിൽ ഞാൻ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് സ്വന്തത്തോട് ചോദിക്കുക തന്നെ ചെയ്യുക. നാം എത്രത്തോളം പവർ ക്വസ്റ്റ്യൻസുകൾ നമ്മളിലേക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം ക്ലാരിറ്റി ആയിട്ടുള്ള ആൻസറുകൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരും. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തയുടെ പുറകെ നാം പോവുകയാണ്. അതിന്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വെച്ച് നമുക്കത് എത്രത്തോളം തീവ്രതയിൽ എത്തിക്കാമോ അത്രത്തോളം തീവ്രതയിൽ എത്തിക്കുന്നുണ്ട് നാം. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനുകൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും തോറും നമ്മൾക്ക് അതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് ആ ചിന്തകളുടെ പുറകെ അല്ല പോവുക, നാം ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഓവർ തിങ്കിങ് എന്നുള്ള ഒരു കാര്യത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചതും നോട്ട് ചെയ്ത് വെച്ചിരുന്നതുമായ കാര്യങ്ങൾ. നിങ്ങൾക്കത് ഇത്രയും ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ സംശയങ്ങൾ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുകയും പറയുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹീലി ഹബിനെ കുറിച്ച് ഒന്ന് പറയുകയാണ്. ഹീലി ഹബിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ റബ്ബിന്റെ അനുഗ്രഹത്താൽ നടക്കുന്നുണ്ട്. നമ്മുടെ മാജിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വർക്ക്ഷോപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർഗീവ്നെസ്സിന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ളത്, പേരൻസിനുള്ളത്, ഇവർക്കുള്ള എല്ലാം കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ഹീലി ഹബിന്റെ കീഴിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഹീലി ഹബിൽ നിന്നും പേഴ്സണൽ മെന്ററിങ്ങിന് നാം ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പേഴ്സണൽ മെന്ററിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് EFT പഠിക്കാത്തവർക്ക് EFT പഠിപ്പിച്ച് മൈൻഡ് പവറും ചേർത്തിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഹീലി ഹബിൽ നിന്ന് മുൻപോട്ട് വന്നിട്ടുണ്ട്. അതിൽ മെന്റേഴ്സ് ഉണ്ട്. മെന്റേഴ്സ് ആവാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരങ്ങളും ഉണ്ട്. മെന്ററായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അവർക്ക് വേറെ സെപ്പറേറ്റ് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ നാം അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞുകൊണ്ട് മറ്റൊരാളും ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ ജീവിക്കാൻ നോക്കരുത് എന്നുള്ളതാണ്. കാരണം ചില മനുഷ്യർക്ക് വന്നിട്ട് ഒരു താങ്ങ അല്ലെങ്കിൽ ഒരു തണൽ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവാം. അവരുടെ വിഷമങ്ങളൊന്ന് പറഞ്ഞിട്ട് ഒന്ന് സൊല്യൂഷൻ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ ആര് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളോട് ആരെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പറയുന്നുണ്ടെങ്കിലും ഹീലി ഹബിലേക്ക് ഒന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രീ സെക്ഷനും പെയ്ഡ് സെക്ഷനും ഒക്കെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അവരുമായി സംസാരിക്കുന്നതനുസരിച്ചാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നവരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. സെൽഫ് ലവ് ഉള്ളവർ എന്ത് ചെയ്യും? അൺമ്യൂട്ട് ആക്കിയിട്ട് പെട്ടെന്ന് സ്വന്തത്തിനോട് എനിക്ക് സംസാരിക്കണം തോന്നിയിട്ടും സംസാരിക്കാതെ ഇരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ കിടന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പേരുണ്ടായിട്ടും എന്താ പറയാ, ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് നല്ല സുന്ദരമായ വോയിസ് ആണ് പ്രപഞ്ചനാഥൻ പടച്ചറബ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സുന്ദരമായ സൗണ്ട് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കി കളയാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നമ്മുടെ സെൽഫിനോട് നമ്മുടെ സെൽഫിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും മെസ്സേജ് അയച്ചത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.